ഹായ് ഹലോ എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കിരൺ നമ്മുടെ മനോഹറിനെയും കൂട്ടിയിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് വരികയാണ്. കല്യാണിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മനോഹറിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹറിനോട് നമ്മുടെ കിരൺ ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങൾ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് നമ്മുടെ മനോഹർ പറയുകയാണ്, അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മനോഹറിനോട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയുകയാണ്, ഇവനെയൊക്കെ എന്തിനാ കിരണേട്ട, ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി ഒരുപാട് നമ്മുടെ മനോഹറിനെ പറ്റി പറയുകയാണ്, മനോഹറിനെ കുറ്റം പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ മേഘന അങ്ങോട്ടേക്ക് വരികയാണ്. മേഘന ചായയും കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കാണുമ്പോൾ മേഘനയെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനോഹർ പേടിച്ച് പോവുകയാണ്, പുള്ളിക്കാരൻ ഞെട്ടിപ്പോവാണ് നമ്മുടെ മേഘനയെ കാണുമ്പോഴത്തേക്കിനും. അപ്പോൾ മേഘന ചായ കൊണ്ടുവരികയാണ്. അപ്പോൾ കിരൺ പറയണത് ഇവന് അങ്ങോട്ട് കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മനോഹറിന് എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മനോഹർ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മേഘന ഫസ്റ്റ് ചായ നമ്മുടെ മനോഹറിന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ ചോദിക്കണേ, എന്തിനാ നീ മേഘനയെ കണ്ടിട്ട് ഞെട്ടിയത്, നിനക്ക് ഇവളെ അറിയില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഞെട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് മനോഹർ ഒന്നും പറയുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ മേഘന ചായ നമ്മുടെ കല്യാണിക്കും അതുപോലെ തന്നെ നമ്മുടെ കിരണിനും കൊടുക്കുകയാണ്. കുടിക്കടാ ചായ, നീ എന്തിനാ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, കുടിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ചായ കുടിക്കുന്ന സമയത്തിന് നമ്മുടെ മേഘന പറയണേ, എൻ്റെ ചേട്ടാ, എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കല്യാണി പറയാണ്, ഇവനൊന്നും നാണവുമില്ല മാനവുമില്ല, നീ ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ, നീ എന്ത് നിൻ്റെ അടുത്ത് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഓതി തന്നതാണ്, പിന്നെ ഇപ്പം നീ ഞങ്ങൾക്ക് സഹായിയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഇപ്പം അനുസരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിടുന്നത്. നിന്നെപ്പോലുള്ളവന്മാരാണ്ട പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി കണക്കിന് കൊടുക്കുകയാണ്. ഒപ്പം നമ്മുടെ കിരണും കൂടിയിട്ടുണ്ട്. അതിനുശേഷം കിരൺ പറയുകയാണ്, നമ്മുടെ മനോഹറിനോട് പറയണം, മതിയടാ, ഇനി നിൻ്റെ അടുത്തൊന്നും കൂടുതൽ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നീ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റി പുറത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ കിരൺ. അതിനുശേഷം കിരൺ നമ്മുടെ മനോഹറിനോട് പറയാണ്, മനോഹരാ, നിൻ്റെ ഈ വേലത്തരങ്ങളൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. നീ മേഘനയോട് എന്താടാ കാണിച്ചത്? നിനക്ക് അവളെ പ്രേമമാണല്ലേടാ, നിനക്ക് ഈ കാണുന്ന പെണ്ണുങ്ങളെ അത്രയും നിനക്ക് ഇത് തന്നെയാണല്ലോടാ നിൻ്റെ സ്വഭാവം. പിന്നെ അപ്പുറത്തൊരുത്തിയില്ലേ സരയു, അവളെ വിട്ടിട്ട് പോവേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോടാ. സാധാരണ നിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അവിടെ നിൽക്കത്തില്ലല്ലോ, നീ അവിടെ നിന്ന് അപ്പോഴത്തേക്ക് പോവുമല്ലോ. ഇവിടെ മാത്രം എന്താടാ ഇത്ര അത്ഭുതം സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ നിന്ന് പരിങ്ങാണ്. എന്നിട്ട് മനോഹർ പറയണ, അത് ഞാൻ പോവും, ഉടനെ തന്നെ പോവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, നീ അവളെ കളഞ്ഞിട്ട് പോവുകയോ പോവാതിരിക്കുക അതൊക്കെ അവിടെ കിടക്കട്ടെ, പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഇതുപോലെ എൻ്റെ പരിചയത്തിലുള്ള പെൺകുട്ടികളെ നീ നോട്ടം വെക്കുകയോ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരുടെ പിന്നാലെ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ പൊന്നു മനോഹറെ, നിന്നെ ഞാൻ കൊത്തിയരിയും 16 പീസാക്കും കേട്ടോടാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മനോഹർ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ പറയണേ, ഈ പറയുന്ന മേഘനയെ പറ്റി നിനക്ക് എന്തറിയാം? അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നടാ, പുള്ളിക്കാരൻ മരിച്ചുപോയി. ഇപ്പോൾ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. നീ സാധാരണ എല്ലാവർക്കും കുഞ്ഞിനെ വയറ്റിൽ കൊടുത്തതിന് ശേഷമല്ലേ മുങ്ങുന്നത്? ഈ കുട്ടിക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ടേ നീ അവളുടെ പിന്നാലെ നടന്ന് നീ അടി മേടിച്ച് കെട്ടാനായിട്ട് നിൽക്കേണ്ട എന്നിങ്ങനെ കിരൺ നല്ല രീതിയിൽ താക്കീത് കൊടുക്കുകയാണ് നമ്മുടെ മനോഹറിന്. അതിനുശേഷം നമ്മുടെ കിരൺ ചോദിക്കണം, നിൻ്റെ അമ്മാവൻ ഭ്രാന്തൻ അവിടെ ഉണ്ടോ? അയാളുടെ ഭ്രാന്തൊക്കെ എങ്ങനെയുണ്ടടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയണം, അത് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ, അയാൾക്ക് ഭ്രാന്തില്ലല്ലോ, നമ്മളെല്ലാവരും കൂടി ചേർന്ന് അയാൾക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർക്കുന്നതല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയണം, സാധാരണ രീതിയിൽ അയാൾ നിന്നെ തല്ലി കൊല്ലേണ്ടതാണല്ലോ, ഇവിടെ എന്താ നിന്നെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നത്? അയാളുടെ ഒരേ ഒരു മകളുടെ ജീവിതമല്ലേ നീ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ മനോഹർ പറയുകയാണ്, ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, അയാൾ എന്നെ കൊല്ലാനായിട്ട് ആളിനെ വിട്ടിട്ട്
പോയിട്ടുണ്ടോ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുകയാണ്, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലുണ്ടല്ലോ നീ വളരെ സൂക്ഷിക്കണം. കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു വൃത്തികെട്ടവനാണ് എൻ്റെ അമ്മാവൻ. പിന്നെ നീ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നീ സരയുവിനെയും കൂട്ടി പോവ്. അങ്ങനെ ആകുമ്പോൾ അയാളൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിലുണ്ടല്ലോ നിൻ്റെ കാര്യം പരിങ്ങലാവും എന്നിങ്ങനെ പറയണം. അപ്പോൾ മനോഹർ പറയുകയാണ്, ഞാൻ ഇടയ്ക്ക് വെച്ച് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ പോയാലും സരയുവിനെയും കൂട്ടി തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് കിരൺ ചോദിക്കണം, എടാ ജുബാനെ ഡോണയൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടേ നീ നിൻ്റെ വലിയ രീതിയിലുള്ള മേച്ചിലൊക്കെ നിർത്തിയിട്ടേ നീ നിൻ്റെ പാടുമൊക്കെ പോവാൻ നോക്കുക, അതായിരിക്കും നിനക്ക് നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മനോഹറിനോട് പറയണം, എടാ മതി ഇനി നിൻ്റെ വീട്ടിൽ പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മനോഹർ ഇങ്ങനെ നിൽക്കണം. എടാ ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചിട്ടേ പോവോളാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മനോഹർ താറി നിന്നിട്ട് മനോഹർ പോവുകയാണ്. തിരിഞ്ഞ് നോക്കി പോവുകയാണ്. ഇങ്ങനെ കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ മനോഹർ പോകുന്നത് ഇങ്ങനെ നമ്മുടെ കിരൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം പിന്നീട് രൂപയും കിരണും കല്യാണിയും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് അവർ ചായയൊക്കെ കുടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ താരയുടെയൊക്കെ കാര്യം പറയുകയാണ്. ഇനിയെങ്കിലും താരയുടെ കാര്യം. അപ്പോൾ കിരൺ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മ ഇനി നമ്മളിങ്ങനെ എല്ലാം മറച്ച് പിടിച്ച് നടക്കുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഇനി എല്ലാ കാര്യങ്ങളും ശാരിയും അതുപോലെ സരയും അറിയേണ്ട സമയമായിരിക്കുകയാണ്. കാരണം എൻ്റെ അച്ഛനെയും അമ്മയും നല്ല കാലം മുഴുവനും എൻ്റെ അങ്കിൾ എന്ന് പറയുന്നവൻ കുതന്ത്രങ്ങളാലും ചതിപ്രയോഗങ്ങളാലും അമ്മയിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തി. പക്ഷേ അതിനുശേഷം നമ്മൾ നമ്മുടെ അച്ഛനുമായിട്ട് ഒന്നിച്ച സമയത്തിനും അമ്മയോട് ഓരോന്ന് ഏഷണിയൊക്കെ കയറ്റി നമ്മളിൽ നിന്നും അമ്മയെ അകറ്റി. അതുകൊണ്ട് ഇനി എൻ്റെ അങ്കിളെന്ന് പറയുന്നവൻ ഭാര്യയും മക്കളുമായിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കേണ്ട. ഇനി അങ്ങേരുടെ വാർദ്ധക്യം ഉണ്ടല്ലോ, ഭാര്യയെ പിരിഞ്ഞു കഴിയട്ടെ. ഈ പറയുന്ന എൻ്റെ അമ്മായി എന്ന് പറയുന്നോളും കുറച്ചൊക്കെ അവരുടെ കാര്യത്തിൽ ഒരുപാട് തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇനി രണ്ടിടത്ത് താമസിക്കട്ടെ, അതാണ് നല്ലത്. അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് താരയും ബഹാസുരനും തമ്മിലുള്ള കാര്യം നമുക്ക് ശാരിയെ അറിയിക്കുക. ശാരിയെ അറിയിച്ചു കഴിഞ്ഞു, ഓൾറെഡി DNA ടെസ്റ്റിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ കാര്യം നമുക്ക് സരയുവിനോട് തുറന്നു പറയണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ കിടന്നങ്ങ് അടിച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ് കിരൺ. അപ്പോൾ അതിനുശേഷം കിരൺ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണിയോട് നമ്മുടെ രൂപ പറയണം, മോളെ നീ ഒരുപാട് സൂക്ഷിക്കണം. കാരണം എല്ലാവരേക്കാളും ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് നീയാണ്. കാരണം ഇന്ന് രാഹുലേട്ടന് നന്നായിട്ട് അറിയാം, മനോഹറിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അപ്പോഴത്തേക്ക് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ കിരണിനെ സ്വാധീനിച്ച് സരയുവിന് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അയാളുടെ ധാരണയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് മോള് ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രൂപ നമ്മുടെ കല്യാണിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ, ഞാൻ അതൊക്കെ നോക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്ത് വന്നാലും എനിക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള ഇതുണ്ട്, അതിന് നല്ല രീതിയിൽ എനിക്കതിനെ മറികടക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രൂപയോട് എല്ലാം പറയുകയാണ്. നമ്മുടെ കല്യാണി രൂപയും തമ്മിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ കിരൺ ഇങ്ങനെ കാറിൽ വരികയാണ്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ വണ്ടി ഒരിടത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ വണ്ടി ഒരിടത്ത് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രൂപ അങ്ങോട്ടേക്ക് വരികയാണ്. രൂപയല്ല, നമ്മുടെ ശാരി അങ്ങോട്ടേക്ക് വരികയാണ്. ശാരിയുടെ വണ്ടിയിലാണ് നമ്മുടെ ശാരി വരുന്നത്. അങ്ങനെ ശാരി വരുന്ന സമയത്തിന് ഇങ്ങനെ കിരണിനെ കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ശാരി അങ്ങോട്ടേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം കിരണിനോട് ചോദിക്കണം, എന്താടാ ഇപ്പോഴേ നീ എന്തിനാ എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ആള് കളിക്കാനായിട്ട് നിൽക്കുന്നത്? നീയും ഞാനും തമ്മിലൊരു ഇതുണ്ട്, അത് തീർക്കുന്ന ദിവസം നാളെയല്ലേ? നാളെ അതിൻ്റെ റിസൾട്ടിങ് വന്നോട്ടെ, നീ നിൻ്റെ ഭാര്യയെ കളയാനായിട്ട് തയ്യാറായിക്കോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, ഒരിക്കലുമില്ല, ഒരു കുന്തവും സംഭവിക്കില്ല. ആ ഒരു ഉറപ്പ് എനിക്കുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇതിനായിട്ട് മുതിർന്നത്. അപ്പോൾ ഉടനെ നമ്മുടെ ശാരി പറയുകയാണ്, എടാ എൻ്റെ മോള് എൻ്റെ മോളാണ്, അവൾ എൻ്റെ മാത്രം മോളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ ഈ പറഞ്ഞ നിൻ്റെ കൂടെ ഈ ഒരു മത്സരത്തിന് ഞാൻ നിന്നത് എന്തിനാണെന്നറിയാമോ? നീ നിൻ്റെ ഭാര്യ കല്യാണിയെ ഉപേക്ഷിക്കും എന്നെനിക്ക് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് നിന്നത്. എന്തായാലും
എന്തായാലും എൻ്റെ മോളെ എൻ്റേത് തന്നെയാണ്. നീ അവളെ ഉപേക്ഷിച്ച് നടക്കുന്ന ആ ഒരു ഇത് നിങ്ങൾ തമ്മിൽ വേർപിരിയുന്നത് എനിക്ക് കാണണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത് എന്നിങ്ങനെ നമ്മുടെ ശാരി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിരൺ പറയണം, ആയിക്കോട്ടെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് സരയു നിങ്ങളുടെ മകളാണെന്ന് തെളിയുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ എൻ്റെ കല്യാണി ഉപേക്ഷിക്കാൻ ഞാൻ റെഡിയാണ്, എനിക്കതിൽ ഒട്ടും പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ കിരൺ തീർത്തും പറയുകയാണ്. അതിനുശേഷം കിരൺ പറയുകയാണ്, ഒരു പക്ഷേ നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടിരുന്നോ എന്നിങ്ങനെ പറയുകയാണ്. അതിന് വേണ്ടിയിട്ടേ നിങ്ങൾ മാറി താമസിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇടമൊക്കെ കണ്ടുവച്ചോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ കിരൺ വണ്ടിയിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശാരിക്ക് ആകെ വിഷമാവുകയാണ്. അങ്ങനെ ശാരി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ശാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ ഇങ്ങനെ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണുമോ, ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ശാരി മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമ്മുടെ ശാരി പോവുകയാണ്. അതേസമയം ഉണ്ടല്ലോ, നമ്മുടെ കല്യാണിയും മേഘനയും കൂടെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മേഘനയുടെ അമ്മയും അതുപോലെ തന്നെ അനുജത്തിയും കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടിട്ട് നമ്മുടെ അനുജത്തിയും അമ്മയും മുഖം തിരിച്ച് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മേഘന നടന്ന് അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. എത്തുന്ന സമയത്തിന് മോളെ എന്ന് വിളിച്ചിട്ട് അനിയത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ദേ നിങ്ങൾ എൻ്റെ ചേച്ചിയല്ല, ആരുമല്ല, എൻ്റെ ചേച്ചി മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് മേലാൽ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്, ഞങ്ങൾ താമസിക്കുന്നിടത്തോ ഞങ്ങളെ കണ്ടാലേ നിങ്ങൾ മിണ്ടാനും വന്നേക്കരുത്, അടുത്തെങ്ങും വരരുത് എന്ന് ഇങ്ങനെ തന്നെ മേഘന പറയുകയാണ്. സോറി, മേഘനയല്ല, കിളി പോയി, മേഘനയല്ല പറയുന്നത്, മേഘനയുടെ അനുജത്തി പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അനുജത്തി പറയുമ്പോഴത്തേക്ക് കല്യാണിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കല്യാണി ഇങ്ങനെ പല്ലും കടിച്ച് പിടിച്ചൊക്കെ സഹിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മേഘന പറയണേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നിങ്ങളെല്ലാവരും എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മേഘന ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണേ, എടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിനി ഒരു മോളേ ഉള്ളൂ, എൻ്റെ ഒരു മോള് ഉണ്ടായിരുന്നു, പക്ഷേ അത് മരിച്ചു കഴിഞ്ഞു. നീ നിൻ്റെ ഇഷ്ടം നോക്കി നീ ഞങ്ങൾക്ക് എന്തുമാത്രം അപമാനം വരുത്തി വെച്ചാടി നീ ഇവിടെ നിന്ന് പോയത്, അതുകൊണ്ടേ നീ ഇനി അനുഭവിക്കണം. വയറ്റിലൊരു കൊച്ചു കിടപ്പുണ്ടല്ലോ, അച്ഛനില്ലാത്ത കൊച്ച്, അതിനെ ഇട്ടിട്ട് നീ കുറേ അനുഭവിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ശാപവചനങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കല്യാണി അങ്ങ് രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണാവുന്നില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിങ്ങളുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അയാൾ പെൺകുട്ടികളെ ഒരിക്കലും അംഗീകരിക്കുന്ന ആളല്ലായിരുന്നു, അയാൾക്ക് പെൺമക്കളെ ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ നിങ്ങളതുപോലെ അല്ലല്ലോ, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു? 10 മാസം നൊന്ത് വയറ്റി ചുമന്ന് പ്രസവിച്ച ഒരു മകളോട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി നല്ല കട്ട കലിപ്പിൽ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്തിന് നമ്മുടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ മേഘനയ്ക്ക് നല്ല സങ്കടമാവുകയാണ്. മേഘന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മയ്ക്കും മകൾക്കും ഒരു കുലുക്കവും ഇല്ല, അവരിങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതോടുകൂടി നമ്മുടെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോവുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില തെറ്റുകളൊക്കെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയി പറയുന്ന സമയത്തിന് സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആരും കമൻറ്റ് ചെയ്യുന്നില്ല, അത് ഒരു ഇതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഞാനിടുന്ന വീഡിയോകളിൽ വരുന്ന കുറ്റങ്ങളും കുറവുകളും ഒക്കെ എനിക്ക് മനസ്സിലായി അത് തിരുത്തി പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ഞാൻ കരുതും, ഞാനിടുന്ന വീഡിയോകളൊക്കെ അടിപൊളിയായിരിക്കും, നല്ല അടിപൊളി വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയെന്ന് വരും. ഞാനൊക്കെ കുറച്ചൊന്ന് അഹങ്കരിച്ച് പോയി എന്ന് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് തന്നെ ഇട്ടോളൂ. എന്താണ് കുറ്റങ്ങളെന്നൊക്കെ വ്യക്തമായിട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തിരുത്തി വരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ചെറിയ വീടാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഏരിയകളാണ്. നമുക്ക് ഭയങ്കരമായ രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യാനെന്നുള്ള പറ്റിയ സെറ്റപ്പുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പറയുകയാണ്, ഉള്ള പരിമിതികൾ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മ കുറവോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അത് മാത്രമല്ല,
വീണ്ടും പറയുകയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം. അതിന് വേറെ ചിലവൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഒരു വിഷയവുമില്ല. എന്തെങ്കിലും ഒരു രീതിയിലൊന്ന് പ്രതികരിക്കൂ കേട്ടോ. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ നല്ല അടിപൊളി, ഇത് ഇന്നലത്തേതായിരുന്നു മൗനരാഗം. ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഈ വീടിനുള്ളിലുള്ള അംഗങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്തിന് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു അന്തരീക്ഷം ആയിരിക്കില്ല. കാരണം നമുക്ക് ഒരിച്ചിരി ശബ്ദമൊക്കെ കുറഞ്ഞിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മളെ 7 പേര് അടങ്ങിയൊരു വീടാണ്, ഒരു ചെറിയ വീടാണ്. അപ്പോൾ ഇതിനുള്ളിൽ എല്ലാവരും കൂടി ഉള്ള ആ ഒരു സമയത്ത് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോകൾ പരമാവധി പെൻഡിങ്ങിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. പക്ഷേ ഇന്ന് ബാക്കി വീഡിയോകളൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. ഇനി നല്ലൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. പത്തരമാറ്റിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് ഇന്ന് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജാനകിയുടെയും അഭിയുടെയും ആ ഒരു സീരിയൽ ഉണ്ടല്ലോ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയത്, അതിൻ്റെ സ്റ്റോറി ഇന്ന് ചെയ്യും എന്ന് ഉറപ്പ് പറയുന്നില്ല. എങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് മിക്കവാറും ആ ഒരു സീരിയലിൻ്റെ റിവ്യൂ കൂടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ നല്ലൊരു റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും